ഇപ്പോൾ നമ്മളുള്ളത് ആറന്മുള തുരുത്തുമല ഭാഗത്താണ്. ഇവിടെ ഇന്നലത്തെക്കാട്ടിൽ ജനനിരപ്പ് താഴ്ന്നിട്ടുണ്ടെങ്കിലും ആൾക്കാർ വീടുകളിലൊക്കെ തന്നെയാണ്. പലരും ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാ രീതിയിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിലും ആളുകളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അവർ പലരും രണ്ടാം നിലയിലൊക്കെ തന്നെ താമസിക്കുകയാണ്. മലവേപ്പ് ഇപ്പൊ ഇവിടെ എല്ലാം ആനങ്ങല്ലേ അരങ്ങല്ലേ അത് അതിലെ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് അവിടുന്ന് എങ്ങനെയും വരാൻ തന്നെ മാർഗമുണ്ടോ? നോക്ക് ഇനി കൃഷിയൊക്കെ പോയിക്കോട്ടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പറഞ്ഞാൽ ആറന്മുളയിലാണ്. ആറന്മുളയിലെ വെള്ളപ്പൊക്കം, അതായത് വെള്ളം കയറിയ ആ ഒരു സ്ഥലങ്ങളെല്ലാം ഞങ്ങളിന്ന് ചുറ്റിക്കറങ്ങുകയാണ്. എങ്കിലും കുഴപ്പമില്ല. കൂടുതൽ മഴ പെയ്യാതിരുന്നാൽ ജലനിരപ്പ് താഴുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്കിലും സ്ഥിതിഗതി വളരെ രൂക്ഷമാണ്. വെള്ളപ്പൊക്കം ആറന്മുള ഭാഗത്ത് വളരെ രൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും അല്ല, ഇത് 2018 ശേഷം ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല അല്ലേ മഹേഷേ? അതെ 18 കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വലിയ സാധാരണഗതിയിൽ ഈ ഒരു സമയമാകുമ്പോഴേ എല്ലാവരും ചിന്തിക്കുന്നത്. അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ആവും. ഭൂപ്രകൃതി പമ്പാ നദിയുടെ തീരത്തോട് താമസിക്കുന്ന ഉള്ള സ്ഥലമാണ് ആറന്മുള. എന്നതിൽ പണ്ട് തൊട്ടേക്ക് ആദ്യമുള്ള പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെതായ നാട്ടുകാരെല്ലാം വെള്ളം പണ്ട് തൊട്ടേ കണ്ട് ശീലിച്ചവരാണ്, വെള്ളം നീന്തി അറിയാവുന്നവരാണ്. എങ്കിലും ഈ കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെയൊക്കെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടല്ലോ. നമുക്കറിയാം, ഈ പോസ്റ്റിന്റെ ഒരു 3/4 വെള്ളം ഉണ്ടായിരുന്നാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞത്. അതെ, അതിന് മേലോളം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് തുരുത്തിമല കോഴിപ്പാലം റോഡാണ് ഈ കാണുന്നത്, വെള്ളം കയറി കിടന്നത്. അതെ, കോഴിപ്പാലയുടെ ആറന്മുളയ്ക്കുള്ള വഴിയാണ്. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. പൊതുവെ അമ്പലം ബന്ധപ്പെട്ട് താമസിക്കുന്ന വള്ളങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് എല്ലാവരും. നമ്മൾ വന്ന വഴി തന്നെ ഇവിടുന്ന് 1 കിലോമീറ്റർ സ്ഥലത്തിൽ. അതെ, നിങ്ങൾ പമ്പയാറ് നമ്മുടെ ഈ ഇവിടുന്ന് തന്നെ. അതെ, ആറ്റിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് കയറുന്നത്. നിരവധി കൈത്തോടുകളിൽ നിന്നാണ് ആറ്റിലേക്ക് വെള്ളം പോകുന്നത്. വെള്ളപ്പൊക്കം വരുമ്പോൾ ആ വെള്ളം എല്ലാം കൂടി കൈത്തോട് വഴി തിരിച്ചു പോകും. നമ്മുടെ പുഞ്ചകളിലൊക്കെ നമുക്കൊരു ഭാഗ്യം ഉണ്ടായത്, പുഞ്ചകളൊക്കെ മഴ ഇല്ലാഞ്ഞത് കാരണം വെള്ളം വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് വലിയ രൂക്ഷമാകാഞ്ഞത്. അതേസമയം ഇവിടെ മഴ കുറവായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ. അതുകൊണ്ടാണ് പുഞ്ചകളിലെങ്ങും വെള്ളം ഇല്ലാഞ്ഞതും നമ്മൾ വലിയ ബുദ്ധിമുട്ടാണ് രക്ഷപ്പെട്ടതും. ഇനിയും ഇതുപോലെ മഴ തുടരുകയാണെങ്കിൽ സ്ഥിതി നമുക്ക് നിയന്ത്രണ വിധേയം അല്ലാതാകും. ഇതിപ്പോ നമ്മുടെ റോഡിൽ കൂടെ പോകുന്നല്ലേ? രണ്ടായിരത്തി 2018 വെള്ളം ഇതിൽ പൊക്കമുണ്ടായിരുന്നു കേട്ടോ. നല്ല പൊക്കമുണ്ടായിരുന്നില്ലേ? ആ,
ഇന്നലെ പറഞ്ഞതൊക്കെ ഇതിലും വെള്ളം ഉണ്ടായിരുന്നില്ലേ? ഇവിടുത്തെ താഴെ ഭയങ്കര അതെന്നറിയോ, ഈ വെള്ളം ആ വെള്ളം മൊത്തം ഒഴിവിടല്ലേ, ഇവിടെ താന്ന് കിടക്കും. കുഴപ്പമില്ലേ? വീട്ടിൽ കുഴപ്പമില്ല. അസുഖം വരുമ്പോഴാ എന്താ ചെയ്യാൻ പൊങ്ങിയെന്നല്ലയോ ചോദിച്ചാലോ നമ്മളെ നോർമലുണ്ട്. ഇപ്പോൾ ആറന്മുളയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താണ്ട് ഒരച്ഛൻ നടന്നു വരുന്നു. ഈ സൈഡിലോട്ടല്ലേ നിർത്തും? ആഫ്രിക്കൻ ഒച്ചുണ്ടല്ലോ, എല്ലാം ഇങ്ങ് വന്നു. അല്ലെന്ന് കേറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? ഇങ്ങനെ നിർത്തിക്കൊണ്ട് കയറാൻ പറ്റുമോ? ആ കമ്പനിയാണ്. ഇല്ല ഒരു കുഴപ്പമില്ല. അങ്ങനെ കേറാൻ പറ്റത്തില്ല. ഇത്ര വെള്ളം ചാടി കയറി കടയാ പോട്ടോ, അത് കൊടുത്തില്ല. പക്ഷെ അവിടെ ഏത് ചേട്ടാ ഇതേതാ സ്ഥലം എന്ന് പറഞ്ഞേ? തുരുത്തിമല. ആറന്മുള തുരുത്തിമല ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വീടിൻ്റെ പകുതിയോളം വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇരുനില വീടുള്ളവരെല്ലാം അതിൻ്റെ മുകളിൽ താമസമാണ്. എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. മലവേപ്പില്ലേ ഇത്? ഇപ്പൊ എല്ലാരും മലവേപ്പ് കാണുന്നുണ്ടല്ലോ. ആ, മാഞ്ചി മാറി മലവേപ്പായി. ഇതെല്ലാം മലവേപ്പ് നട്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന് ഭയങ്കര പരസ്യം അത്, ഈ മലവേപ്പ് മറ്റേ മാഞ്ചിയത്തിന് ഇതേപോലെ പരസ്യം ഉണ്ടായിരുന്നു. മരം വലുതായി കഴിഞ്ഞപ്പോൾ പാഴ്മല വരുന്നത് ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ടാ ഒഴുക്കം. ഈ ഒഴുക്ക് ഇങ്ങോട്ടാ അല്ലേ? ആ ആ ഇടയ്ക്ക് വഴി കൂടാ ഒഴുക്ക്. ഇപ്പം ഞാൻ കാര്യം ചോദിച്ചിട്ടേ, ഇപ്പം മഴ ഇല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വെള്ളം മൊത്തം ഇറങ്ങി പോകുമോ? 2 ദിവസം എടുക്കും. 2 ദിവസം കണ്ടത്തിലെല്ലാം വെള്ളം വലിക്കും. ഇത് നേരെ ചെന്ന് കയറാൻ കുട്ടനാടോ? ഇനിയും പോവാം. നമ്മൾ അവിടോട്ട് വെള്ളം പോയിട്ടില്ല.
ഇത് നാളെ കഴിഞ്ഞിട്ടൊക്കെ അവിടുത്തെ ബുദ്ധിമുട്ട് കൂടുതലാകും. അങ്ങോട്ട് വരുന്നത് അപ്പുറം കുട്ടനാട് മേഖലയിൽ ഇപ്പം വെള്ളമായി കാണും. അപ്പർ കുട്ടനാട് എന്നിട്ട് ആ കേസായിട്ട് നമ്മുടെ ിൽവയൊക്കെ തുറന്നിട്ടേക്കുന്ന കാരണം ജില്ലകുറ വെള്ളം ഈ മണിയാർ ഡാം ഇപ്പൊ ഓൾറെഡി ഇപ്പൊ തുറന്നിട്ടിരിക്കുക അല്ലേ? ഡാമിൽ അവിടെ അടിപൊളിയാണ് പണി നടക്കുവോ? വെള്ളം അതുകൊണ്ട് അവിടെ അധികം സ്റ്റോർ ചെയ്തില്ല. പറയോ അതിന് തോന്നുന്നു അത് തന്നെ വഴി കറക്റ്റാ. அந்த 10 ரூபாய் நம்மள இரும்பு பைப் அது இன்ஜின் நடத்தணும் அதுல பதக்கான் தான் ஸ்லோவில் போட்டோ